ആതിരപ്പള്ളിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊച്ചിയിലെ ഈ തിരക്കുള്ള നാഷണൽ ഹൈവേയിൽ നിന്നാണ്. ഫോറസ്റ്റിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇരുവശങ്ങളിലുമായി എണ്ണപ്പനകൾ നിറഞ്ഞ ശാന്തമായ കാടിന് നടുവിലൂടെയുള്ള വഴി. ഈ വഴിയിലൂടെയുള്ള യാത്ര തന്നെ മനസ്സിന് കുളിർമ നൽകുന്നതാണ്. അപ്പോഴേക്കും കണ്ടതാണിവരെ. കുരങ്ങന്മാരുടെ ഒരു കൂട്ടമാണ്. ആ കുട്ടിക്കുരങ്ങനെ എത്ര വാത്സല്യത്തോടെയാണ് അമ്മ കുരങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. കുറേയധികം നേരം ഞാൻ ഇവരെ ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രധാന ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വണ്ടി നമ്മളിവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തു. നമ്മളിവിടെ നിന്നും എടുത്ത ഈ ടിക്കറ്റ് ഉപയോഗിച്ച് തൊട്ടടുത്ത വെള്ളച്ചാട്ടമായ വാഴച്ചാൽ വാട്ടർഫോൾസിലും നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അവിടെ കുട്ടികൾക്കായി ഒരു ചിൽഡ്രൻസ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ആതിരപ്പള്ളി ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ കാണുന്നതാണ് പ്രധാന കവാടം. ഇവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. ബസ്സിൽ വരുന്ന ആളുകൾ കയ്യിലുള്ള ബാഗും സാധനങ്ങളും ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ പ്രധാന കവാടം കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ വൃത്തിയുള്ള ഒരു കല്ല് പാകിയ നടപ്പാത കാണാം. ഇവിടെ നിന്നും കുറച്ച് ദൂരം വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാനുണ്ട്. നമ്മൾ നടന്നു പോകുന്ന ഈ വഴിയിലൊക്കെയും വൃക്ഷങ്ങളാൽ നിബിഡമാണ്. അത് പ്രകൃതിയുടെ ഹൃദയസ്പന്ദനത്തിനെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കായി ബേബി ഫീഡിംഗ് റൂമും വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചാലക്കുടി പുഴയുടെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത്. വേനൽക്കാലത്താണ് നിങ്ങൾ ആതിരപ്പള്ളി കാണാൻ വരുന്നതെങ്കിൽ പുലർച്ചെയോ ഉച്ച കഴിഞ്ഞ ശേഷമോ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അതികഠിനമായ ചൂടും അതികഠിനമായ വെയിലുമാണ് ഇവിടെയുള്ളത്. ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നത്. കൂടുതലായും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. വിദേശികളായ കുറേയധികം ആളുകളെയും ഇവിടെ കാണാൻ സാധിച്ചു. വേനൽക്കാലത്ത് മാത്രമാണ് ചാലക്കുടി പുഴയെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് കാണുന്ന കാഴ്ച വ്യത്യസ്തമാണ്. അപ്പോൾ മഴക്കാലത്തും ഇവിടെ ഒന്ന് സന്ദർശിക്കണം എന്നതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഭക്ഷണ സാധനങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതിന് കാരണം ഇവിടെയുള്ള കുരങ്ങന്മാർ ഭക്ഷണവുമായി വരുന്ന ആളുകളെ ആക്രമിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറേയധികം നേരം അതിനെ ഇങ്ങനെ നോക്കി അവിടെ തന്നെ നിന്നു. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി ആതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏതാണ്ട് 24 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രളയത്തിലും തകരാത്ത ആ ഒരു ഷെഡ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു കേട്ടോ. ഇതാണ് ആ പ്രസിദ്ധമായ ആ ഒരു ഷെഡെന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു അമ്മ കുരങ്ങനെയും കുട്ടിക്കുരങ്ങനെയും കാണാൻ സാധിച്ചു. നമുക്കിനി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ താഴേക്ക് ഇറങ്ങാം. താഴെ നിന്നും കാണുന്ന കാഴ്ച തന്നെയാണ് ഏറ്റവും മനോഹരം. എന്നാൽ ഹൃദ്രോഗമുള്ള ആളുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ ഒരു വഴി തന്നെയാണ്. ഈ കഠിനമായ ഒരു വഴിയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. താഴേക്ക് ഇറങ്ങിപ്പോയ ആളുകൾ തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ താഴെ എത്താറായി. നമുക്ക് താഴെ നിന്നും ആദ്യം തന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണിവിടം. ജില്ലാ വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ്റെ വികസന പദ്ധതികളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾ കൂടുതലായി സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം ഇവിടുത്തെ പ്രകൃതി പരിസ്ഥിതി വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആതിരപ്പള്ളി ജലപാതത്തിന് ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിൻ്റെ കലവറയാണ്. ഇരുൾ, ഇലവ്, വെൺതേക്ക്, മരുത്, വേങ്ങ, കാഞ്ഞിരം, മരോട്ടി, തേക്ക്, വീട്ടി തുടങ്ങിയ വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നു. വേഴാമ്പൽ, വാനമ്പാടി, കൃഷ്ണപ്പരുന്ത്, മാടത്ത, കാട്ടിലെ കിളി, ശരപ്പക്ഷി തുടങ്ങിയ നിരവധി പക്ഷികളുടെ ആന, കാട്ടുപോത്ത്, വെരുക്, കടുവ, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, കുട്ടിത്തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളുടെയും വിവിധ ഇനം ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. കാടാർ, മലയാർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളും ഇവിടുത്തെ വനങ്ങളിലെ ഒരു സാന്നിധ്യമാണ്. മഴക്കാലത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. മഴക്കാലത്താണ് നമ്മളിവിടെ സന്ദർശിക്കുന്നതെങ്കിൽ അതിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. താഴെ ഇറങ്ങുവാനോ കുളിക്കുവാനോ അനുവദിക്കുന്നതല്ല. വളരെ യാദൃശ്ചികമായി എൻ്റെ വീഡിയോയിൽ പതിഞ്ഞൊരു ദൃശ്യമാണിത്.
ഞാനിത് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്തപ്പോഴേക്കുമാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ കുട്ടികളുമായി ഇവിടെ വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ അപകടങ്ങൾ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചുള്ള യാത്രയിലേക്കാണ്. ഈ ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നതല്ല. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരാവശ്യത്തിനാണ് ആതിരപ്പള്ളിയിൽ വന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി ഒന്ന് സന്ദർശിക്കണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. ഏതായാലും ആതിരപ്പള്ളിയിലെ സന്ദർശനം എൻ്റെ മനസ്സിന് ഒന്ന് ഉണർവേകാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചുള്ള യാത്രയിലും കാടിൻ്റെ അതിമനോഹരമായ ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ളത്. അങ്ങനെ ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട അമ്യൂസ്മെൻറ്റ് പാർക്കായ സിൽവർസ്റ്റോമും ഡ്രീം വേൾഡ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഏതായാലും എൻ്റെ റൂമിലെത്തി. നല്ല ക്ഷീണമുണ്ട്. ഏതായാലും ഒന്ന് കിടന്നുറങ്ങണമെന്നാണ് അടുത്തൊരു പരിപാടി. ഏതായാലും ഇനിയൊന്ന് വിശ്രമിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാരണം ഒരുപാട് നടന്നു, നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ സ്നാക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഏതായാലും ഒരു സ്നാക്ക് മീലും കൂടി എടുക്കണം. സ്നാക്ക് എടുത്തതിന് ശേഷം കുളിക്കുക, ദെൻ ഉറങ്ങുക, അത് മാത്രമാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. ഓക്കെ, ബൈ ഗായ്സ്.